ടെക് പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ KFC അസിസ്റ്റൻ്റ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ സോഴ്സസുമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ആ ഒരു സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ഈ ഒരു വീഡിയോയിലും നമ്മൾ KFC അസിസ്റ്റൻ്റ് എക്സാമിനേഷന് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചോദിച്ചിട്ടുള്ള എക്സാംസും ക്വസ്റ്റ്യൻസും അതിൻ്റെ സോഴ്സുമായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. 51ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. An unfavorable material price variance occur because of. ഇത് ഏത് പോർഷനുമായി ബന്ധപ്പെട്ടതാണ്? മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്ന പോർഷനുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ഏത് പോർഷൻ്റെ ഭാഗമാണ്? മെറ്റീരിയൽ കോസ്റ്റ് എന്ന പോർഷൻ്റെ ഭാഗമാണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമാണ്. ഫേവറബിൾ വേരിയൻസും ഉണ്ടാകാം, അൺഫേവറബിൾ വേരിയൻസും ഉണ്ടാകാം. ഇതിൽ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് അൺഫേവറബിൾ ആകാനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൈസ് ഇൻക്രീസ് ഇൻ റോ മെറ്റീരിയൽ, പ്രൈസ് ഡിക്രീസ് in raw material, less than anticipated normal wastage, more than anticipated normal wastage. ഏതായിരിക്കും ആൻസർ? The answer is A. അതായത് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻ ടു ആക്ച്വൽ ക്വാണ്ടിറ്റി. അതായത് ആക്ച്വൽ പ്രൈസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സ്റ്റാൻഡേർഡ് പ്രൈസ്. ക്ലിയർ? എന്നാലേ വേരിയൻസ് അൺഫേവറബിൾ ആകത്തുള്ളൂ അല്ലേ? എന്നാലേ വേരിയൻസ് അൺഫേവറബിൾ ആകത്തുള്ളൂ. ക്ലിയർ? സോ ദ ആൻസർ ഇസ് എ. ഓക്കെ ആണോ? യെസ്. അടുത്തത്, ഹൂ ഇൻട്രൊഡ്യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്. മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന കോൺസെപ്റ്റ് MBO. യെസ്, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? പീറ്റർ എഫ് ഡ്രക്കർ ആണ് MBO എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള ദ പ്രാക്ടീസ് ഓഫ് മാനേജ്മെൻറ്റ് 1954 ഇറക്കിയ ബുക്കാണ്. ക്ലിയർ ആണോ? യെസ്, അതിനകത്താണ് MBO മെൻഷൻ ചെയ്യുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. ചോദിക്കാം. If a company has separate production managers, marketing manager and finance manager, what basis of departmentalization is followed by the company? കമ്പനി ഏത് ബേസിസിലാണ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ നടത്തുന്നത്? അവർക്ക് ആരൊക്കെയുണ്ട്? പ്രൊഡക്ഷൻ മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ ഒക്കെയുണ്ട്. സോ പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ് ഇതൊക്കെ ഒരു കമ്പനിയുടെ എന്താണ്? ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഫങ്ഷൻ്റെ ബേസിസിലാണ് ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ നടത്തിയിരിക്കുന്നത്. ആൻസർ ഇസ് സി, ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻ. ക്ലിയർ അല്ലേ? യെസ്. സോഴ്സും അവിടെ കൊടുത്തിട്ടുണ്ട്. BComൻ്റെ ബിസിനസ് മാനേജ്മെൻറ്റ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതിനകത്തെ ഓർഗനൈസേഷൻ ഡിസൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ റെഫർ ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണോ? യെസ്. ദ വെരി സ്പെസിഫിക് ഗൈഡ് ടു ആക്ഷൻ ഈസ് കോൾഡ് വാട്ട്? സ്ട്രാറ്റജി, റൂൾ, പോളിസി, പ്രൊസീജിയർ. സ്പെസിഫിക് ഗൈഡ് ടു ആക്ഷൻ, ഒരു പ്രവൃത്തി എങ്ങനെ ചെയ്യണം എന്നതിനുള്ള ഗൈഡ്. അതിനെ എന്തെന്ന് വിളിക്കാം? അതിനെ നമുക്ക് ദാറ്റ് ഈസ് പ്രൊസീജിയർ എന്ന് വിളിക്കാം. പ്രൊസീജിയർ ആണ് ഡീറ്റെയിൽഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് ടു പെർഫോം എ ടാസ്ക്. സോ പ്രൊസീജിയർ, ഈസ് ദി ആൻസർ. ക്ലിയർ ആണോ? പ്ലാനിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതാണ്. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്, പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണിത്. ക്ലിയർ ആണോ? യെസ്. +1 +2 ടെക്സ്റ്റ് ബുക്കിലും അതുകൊണ്ട്, അതുപോലെ UGC നെറ്റിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിലും ഉണ്ട്. ക്ലിയർ ആണോ? യെസ്. അല്ലെങ്കിൽ എല്ലാം പ്രസാദിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് റെഫർ ചെയ്താലും മതി. വിച്ച് ഈസ് ദ ഓൾഡസ്റ്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ? ഏതാണ് ഓൾഡസ്റ്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ? ലൈൻ ഓർഗനൈസേഷൻ, ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ, ഫങ്ഷണൽ ഓർഗനൈസേഷൻ, നൺ ഓഫ് ദീസ്. ആൻസർ എ ആണ്, ലൈൻ ഓർഗനൈസേഷൻ. ലൈൻ ഓർഗനൈസേഷൻ ആണ് ഓൾഡസ്റ്റ് ആൻഡ് സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ. ഇവിടെ എന്താ പ്രത്യേകത? അതോറിറ്റി വെർട്ടിക്കലിയാണ് ഫ്ലോ ചെയ്യുന്നത്. വെർട്ടിക്കലി ഫ്ലോ ചെയ്യുന്നു, മുകളിൽ നിന്ന് താഴേക്ക് ഫ്ലോ ചെയ്യുന്നു അതോറിറ്റി. ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ക്ലിയർ അല്ലേ? ക്ലാസ് 12ൻ്റെ ഓർഗനൈസിങ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓർഗനൈസിങ് വിച്ച് ഈസ് എ ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്, പ്ലാനിങ്ങിന് ശേഷം വരുന്ന ഫങ്ഷൻ. ദ ഫസ്റ്റ് വുമൺ ഓഥർ ഇൻ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിലെ ആദ്യത്തെ വുമൺ ഓഥർ ആരാണ്?
മേരി പാർക്കർ ഫോളറ്റ് ആണോ, ലിലിയൻ ഗിൽബർട്ട് ആണോ, ടി എൻ വൈറ്റ് ഹെഡ് ആണോ, മേരി ക്യൂരി ആണോ? ഏതാണ് ആൻസർ? ബി, ലിലിയൻ ഗിൽബർട്ട് ആണ് ഫസ്റ്റ് ലേഡി ഇൻ വാട്ട്, ലേഡി ഓതർ ഇൻ മാനേജ്മെൻറ്റ്. ക്ലിയർ അല്ലേ? യെസ്. അതിൻ്റെ സോഴ്സും കൊടുത്തിട്ടുണ്ട് ഈ ഇൻഫോർമേഷൻ്റെ. സെലക്ടിങ് വൺ ഫ്രം സെവറൽ ഓൾട്ടർനേറ്റീവ് ഈസ് കോൾഡ്. കുറേ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, അതിനകത്തുനിന്ന് ഒരെണ്ണം, ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുന്നതിന് എന്തെന്ന് വിളിക്കാം? ഡിസിഷൻ മേക്കിംഗ് എന്ന് വിളിക്കാം. ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സാണ്. ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, അതിനകത്ത് നിന്ന് ബെസ്റ്റ് എടുക്കുന്നു, ഡിസിഷൻ മേക്കിംഗ്. ക്ലിയർ ആണോ? യെസ്. എസ്പെരറ്റ് ഡി കോർപ്സ് മീൻസ്, എസ്പെരറ്റ് ഡി കോർപ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എസ്പെരറ്റ് ഡി കോർപ്സ് ഫെയോളിൻ്റെ 14ാമത്തെ പ്രിൻസിപ്പിളാണ്. ഇറ്റ് മീൻസ് ബി യൂണിയൻ ഇൻ സ്ട്രെങ്ത്. ക്ലിയർ? അതായത് ഒരുമിച്ച് നിൽക്കണം, അതാണ് സ്ട്രെങ്ത്. അതാണ് ഫെയോൾ പറയുന്ന 14ാമത്തെ പ്രിൻസിപ്പിൾ. മൊത്തം 14 പ്രിൻസിപ്പിൾ ഉണ്ട്, 14ാമത്തെ പ്രിൻസിപ്പിളാണ് എസ്പെരറ്റ് ഡി കോർപ്സ്. ഹാർമണി വേണം, എന്നാലേ ഒരു ഓർഗനൈസേഷൻ നല്ലപോലെ പോകാൻ പറ്റും, മാനേജ്മെൻറ്റ് എഫിഷ്യൻ്റ് ആവും. ക്ലാസ് 12ൻ്റെ ടെക്സ്റ്റ് ബുക്ക് NCERT ബുക്കാണ്, ബിസിനസ് സ്റ്റഡീസിൻ്റെ ബുക്കാണ് റെഫറൻസിന് കൊടുക്കുന്നത്. എല്ലാം പ്രസാദിൻ്റെ ബുക്കും റെഫറൻസിന് കൊടുത്തിട്ടുണ്ട്. സോ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് 59ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് റെസ്പോൺസിബിലിറ്റി? പവർ ടു കമാൻഡ്, obligation to do duty, delegation of power, getting things done. What is responsibility? റെസ്പോൺസിബിലിറ്റി എന്താ? ഒരു ഡ്യൂട്ടി ചെയ്യാനുള്ള ഒബ്ലിഗേഷനെയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ബി. സോ ബി ഈസ് ആൻസർ. സോഴ്സസ് ആർ സിമിലർ, സെയിം സോഴ്സസ് തന്നെയാണ്. ക്ലിയർ? ബി ഈസ് ആൻസർ. ദാറ്റ് ഈസ് റെസ്പോൺസിബിലിറ്റി. ഇതെല്ലാം എന്താ? മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്ന് വരുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, ആ മൊഡ്യൂളിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, ഇതൊക്കെയാണ് അതിനകത്ത് ഡീറ്റെയിൽഡായി പഠിക്കുന്നത്. ക്ലിയർ ആണോ? യെസ്. ഓക്കെ. അതിനകത്ത് ഡയറക്റ്റിങ്ങിനകത്ത് വരുന്നതാണ് ഈ റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ. ഓർഗനൈസിങ്ങിനകത്ത് വരുന്നതാണ് റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ. യൂണിറ്റ് 2. A person who has entrepreneur skill but works within an organization or venture that seek dynamism. അങ്ങനെ ചെയ്യുന്ന ആളെ എന്തെന്ന് വിളിക്കാം? A person who has entrepreneur skill ഉണ്ട്, പക്ഷേ അയാൾ എന്ത് ചെയ്യുന്നു? അയാൾ ഓർഗനൈസേഷനകത്ത് തന്നെ വർക്ക് ചെയ്യുകയാണ്. അയാൾ സ്വന്തമായിട്ടൊരു ഓർഗനൈസേഷൻ ഇടുന്നില്ല. അയാളെ എന്തെന്ന് വിളിക്കാം? ഓൺട്രപ്രണർ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. ഇൻട്രാപ്രണർ ആണോ, ഇൻ്റർപ്രണർ ആണോ? എന്താണ് ആൻസർ? ആൻസർ ബി ആണ്, ഇൻട്രാപ്രണർ ആണ്. എംപ്ലോയി വിത്തിൻ എ കമ്പനി ഹു അപ്ലൈ ഓൺട്രപ്രണറൽ സ്കിൽ ടു ഇന്നോവേറ്റ് ആൻഡ് ഡ്രൈവ് ചേഞ്ച് വിത്തിൻ ദാറ്റ് ഓർഗനൈസേഷൻ. ക്ലിയർ അല്ലേ? യെസ്. ദാറ്റ് ഈസ് ഇൻട്രാപ്രണർ. യെസ്. റെഫറൻസും അവിടെ കൊടുത്തിട്ടുണ്ട്. UGC നെറ്റ് പേപ്പർ 2 കൊമേഴ്സ്. ക്ലിയർ ആണോ? യെസ്. SS കാൻകയുടെ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ബുക്കും. ഓക്കെ അല്ലേ? യെസ്. നെയിം ദ ഫോം ഓഫ് ബിസിനസ് ഇൻ വിച്ച് ദ മെമ്പേഴ്സ് ആർ ഹാവിങ് ലിമിറ്റഡ് ലൈബിലിറ്റി. മെമ്പേഴ്സിന് ലിമിറ്റഡ് ലൈബിലിറ്റി മാത്രമുള്ള ഫോം ഓഫ് ബിസിനസ് ഏതാ? സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ ഒരൊറ്റ മെമ്പറേ ഉള്ളൂ. പാർട്ണർഷിപ്പിൽ ലിമിറ്റഡ് ആണോ, അൺലിമിറ്റഡ് ലൈബിലിറ്റി ആണോ? നമുക്കറിയാം അൺലിമിറ്റഡ് ലൈബിലിറ്റി. ഈവൻ പേഴ്സണൽ എസ്റ്റേറ്റ് കൊണ്ടുവന്ന് ഫേമിൻ്റെ ലൈബിലിറ്റി പേ ഓഫ് ചെയ്യാനും പാർട്ണേഴ്സ് ബാധ്യസ്ഥരാണ്. പിന്നെ ഏതാ? ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി നമുക്കറിയാം ലിമിറ്റഡ് ലൈബിലിറ്റി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അവരെ എത്ര രൂപയുടെ ഷെയർ മേടിച്ചോ ആ പൈസ കൊടുക്കാനുള്ള ലൈബിലിറ്റി അവർക്കുള്ളൂ. സോ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണ് ആൻസർ. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ സാധാരണഗതിയിൽ ലിമിറ്റഡ് ലൈബിലിറ്റിയാണ്. ക്ലിയർ ആണോ? സാധാരണഗതിയിൽ. ക്ലിയർ? യെസ്. അൺലിമിറ്റഡ് ലൈബിലിറ്റിക്ക് വേണ്ടി വേണമെങ്കിൽ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി തുടങ്ങാം, പക്ഷേ അതത്ര അട്രാക്റ്റീവ് ഓപ്ഷൻ അല്ല. ആരും ജോയിൻ ചെയ്യാൻ തയ്യാറാകത്തില്ല, കാരണം റിസ്ക് ഈസ് ഹൈ. ക്ലിയർ അല്ലേ? യെസ്. സോ ലിമിറ്റഡ് ലൈബിലിറ്റി ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഒരു ഫീച്ചറാണ്. ക്ലാസ് 11 ബിസിനസ് സ്റ്റഡീസിൽ പഠിക്കുന്നുണ്ട്. പിന്നെ മോഡേൺ ബിസിനസ് ഓർഗനൈസേഷൻ ബൈ ഷെർലേക്കർ, ആ ബുക്കും സോഴ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മോട്ടിവേഷൻ അവൈലബിൾ അറ്റ് എ ടൈം ഓഫ് പെർഫോമൻസ് ഓഫ് വർക്ക്, അതിനെ എന്തെന്ന് വിളിക്കാം? നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മോട്ടിവേഷൻ, അത് നെഗറ്റീവ് മോട്ടിവേഷൻ ആണോ, ഇൻട്രൻസിക് മോട്ടിവേഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന സ്വയം വരുന്ന മോട്ടിവേഷൻ ആണോ, ഫിനാൻഷ്യൽ മോട്ടിവേഷൻ ആണോ, പോസിറ്റീവ് മോട്ടിവേഷൻ ആണോ? ഏതാ ആൻസർ? ഡി ആണ്, പോസിറ്റീവ് മോട്ടിവേഷനാണ്. പോസിറ്റീവ് മോട്ടിവേഷൻ എൻകറേജ് എംപ്ലോയി ടു പെർഫോം വെൽ ബൈ ഓഫറിങ് റിവാർഡ്, അപ്രീസിയേഷൻ ആൻഡ് റെക്കഗ്നിഷൻ.
വർക്ക് ചെയ്യുമ്പം റിവാർഡ് കിട്ടും, അപ്രീസിയേഷൻ കിട്ടും, റെക്കഗ്നീഷൻ കിട്ടും. സോ അതാണ് നമ്മളെ വർക്ക് ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് പോസിറ്റീവ് മോട്ടിവേഷൻ. സ്റ്റാഫിംഗ് എന്ന് പറയുന്ന യൂണിറ്റുമായി ബന്ധപ്പെട്ട മാനേജ്മെൻറ്റ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരുന്നത്. ഡെലിഗേഷൻ ഡെലിഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതോറിറ്റി കൊടുക്കുകയാണ്. ഒരു റെസ്പോൺസിബിലിറ്റി ചെയ്യാനുള്ള പ്രോപ്പർ അതോറിറ്റി കൊടുക്കുന്നത്. അതിനെ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് വിളിക്കുന്നത്. ഡെലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവിടെ കിട്ടുന്നത്? ന്യൂ വർക്ക്, എക്സൈറ്റിംഗ് വർക്ക്, ഒബ്ലിഗേഷൻ, ന്യൂ ലൈൻ ഓഫ് മാനേജ്മെൻറ്റ്. ആൻസർ എന്താ? സി ആണ്. ഒബ്ലിഗേഷൻ അവിടെ ക്രിയേറ്റഡ് ആവുകയാണ്. അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്താൽ ഏത് റെസ്പോൺസിബിലിറ്റി സാറ്റിസ്ഫൈ ചെയ്യാനോ ആണോ അതോറിറ്റി കൊടുത്തിട്ടുള്ളത്, ആ റെസ്പോൺസിബിലിറ്റി സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒബ്ലിഗേഷൻ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റഡ് ആകും. ക്ലിയർ ആണോ? യെസ്, അതാണ് ഡെലിഗേഷൻ്റെ പ്രത്യേകത. എല്ലാം പ്രസാദിൻ്റെ ബുക്ക് തന്നെയാണ് അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? സോഴ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. 64ാമത്തെ ക്വസ്റ്റ്യൻ, എ പ്ലാൻ റിലേറ്റിംഗ് ടു എ പീരീഡ് ഓഫ് ടൈം എക്സ്പ്രസ്ഡ് ഇൻ ന്യൂമറിക്കൽ ടേം ഈസ് എ ബഡ്ജറ്റ്, പോളിസി, പ്രോഗ്രാം, സ്ട്രാറ്റജി. ഒരു പ്ലാൻ റിലേറ്റിംഗ് ടു എ പീരീഡ് എക്സ്പ്രസ്ഡ് ഇൻ ന്യൂമറിക്കൽ ടേം, അതിനെന്തെന്ന് വിളിക്കാം? ബഡ്ജറ്റ് എന്ന് വിളിക്കാം. ബഡ്ജറ്റാണ്. ക്ലിയർ ആണോ? യെസ്, ഓക്കെ. ബഡ്ജറ്റാണ്, പ്ലാനിങ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതാണ് ബഡ്ജറ്റ്. അഡ്മിനിസ്ട്രേഷൻ ഡീൽസ് വിത്ത്, അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്? ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പോളിസി, കൺട്രോളിങ്, പ്ലാനിങ്, സ്ട്രാറ്റജി. എന്താ അഡ്മിനിസ്ട്രേഷൻ? അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നു? അഡ്മിനിസ്റ്റർ ചെയ്യുന്നു. ക്ലിയർ? സോ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് പ്ലാനിങ്, പ്രോപ്പർ പ്ലാനിങ്. ക്ലിയർ ആണോ? അഡ്മിനിസ്ട്രേഷൻ ഫോക്കസ് ഓൺ സെറ്റിംഗ് ഒബ്ജക്റ്റീവ്, ഫോർമുലേറ്റിംഗ് പോളിസി ആൻഡ് പ്ലാനിങ്, വൈൽ മാനേജ്മെൻറ്റ് എംഫസൈസ് എക്സിക്യൂഷൻ. സോ ഒന്നാമത്തെ പോയിന്റ് ഇംപ്ലിമെൻറ്റേഷൻ, ദാറ്റ് ഈസ് റിലേറ്റഡ് ടു മാനേജ്മെൻറ്റ്. ക്ലിയർ? കൺട്രോളിങ് ആരാണ് നടത്തുന്നത്? മാനേജ്മെൻറ്റാണ് നടത്തുന്നത്. സ്ട്രാറ്റജി ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നത് മാനേജ്മെൻറ്റ്. പ്ലാനിങ് ആണ് ആരുമായി ബന്ധപ്പെട്ടത്? അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടത്. അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടത്. 66ാമത്തത്, ദ നമ്പർ ഓഫ് പേഴ്സൺസ് റിപ്പോർട്ടിംഗ് ഡയറക്ട്ലി ടു എ സുപ്പീരിയർ പേഴ്സൺ ഈസ് കോൾഡ്. നമ്പർ ഓഫ് പേഴ്സൺ, എത്ര ആൾക്കാരാണ് ഒരു സുപ്പീരിയറിൻ്റെ കീഴിലുള്ളത്, അല്ലെങ്കിൽ എത്ര ആൾക്കാർ ഒരു സുപ്പീരിയർ റിപ്പോർട്ട് ചെയ്യും, ഇതിനെ എന്തെന്ന് വിളിക്കാം? സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് വിളിക്കാം. ക്ലിയർ? സ്പാൻ ഓഫ് കൺട്രോൾ. ഓർഗനൈസിങ് എന്ന യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. സോഴ്സസും കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണോ? എത്ര പേരാണ് ഒരു മാനേജറുടെ കീഴിലുള്ളത്, അതാ സ്പാൻ ഓഫ് കൺട്രോൾ, ആ മാനേജറുടെ സ്പാൻ ഓഫ് കൺട്രോൾ. 67ാമത്തത്, വെൻ വാസ് ദ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് എനാക്റ്റഡ്? ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് ഏത് വർഷമാണ് എനാക്ട് ചെയ്തത്? 1932 എനാക്ട് ചെയ്തത്. 1932. ക്ലിയർ അല്ലേ? യെസ്. 68ാമത്തത്, ഇൻ ഓർഡർ ടു മാർക്കറ്റ് എ പ്രോഡക്റ്റ്, ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ ജസ്റ്റ് മേക്ക് ദ പ്രോഡക്റ്റ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് ഇൻ പ്ലെൻറ്റി, ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ വളരെ സുലഭമായി അവൈലബിൾ ആക്കുക. ക്ലിയർ ആണോ? ഇങ്ങനെ പറയുന്ന മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ഏതാണ്? ഇങ്ങനെ പറയുന്ന മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ഏതാ? സെല്ലിംഗ് കോൺസെപ്റ്റ് ആണോ, പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് ആണോ, പ്രോഡക്റ്റ് കോൺസെപ്റ്റ് ആണോ, സൊസൈറ്റൽ കോൺസെപ്റ്റ് ആണോ? ഏത് കോൺസെപ്റ്റാണ് ഇത് പറയുന്നത്? ബി ആണ്. പ്രൊഡക്ഷൻ കോൺസെപ്റ്റാണ് പറയുന്നത്. മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുക, മാർക്കറ്റിലേക്ക് എത്തിക്കുക, ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് വരും എന്ന് പറയുന്നു. ക്ലിയർ? കൺസ്യൂമർ പ്രിഫർ പ്രോഡക്റ്റ് ദാറ്റ് ആർ വൈഡ്ലി അവൈലബിൾ ഇൻ ആൻഡ് ഇൻഎക്സ്പെൻസീവ്. ഇൻഎക്സ്പെൻസീവ് ആണ്, വൈഡ്ലി അവൈലബിളുമാണ്. അങ്ങനത്തെ പ്രോഡക്ട്സ് ആണ് കൺസ്യൂമേഴ്സ് പ്രിഫർ ചെയ്യുന്നത് എന്നാണ് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് പറയുന്നത്. പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ്. The specific group of customer who have a particular interest in your product. നിങ്ങളുടെ പ്രോഡക്റ്റിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ എന്തെന്ന് വിളിക്കാം? നിങ്ങളുടെ പ്രോഡക്റ്റ് മേടിക്കാൻ താല്പര്യമുള്ള ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ്. നിങ്ങൾ ബേബി പ്രോഡക്ട്സ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ ചിൽഡ്രൻ ആർ യുവർ വേർഡ്, ദാറ്റ് ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ യുവർ പ്രൊഡക്റ്റ്. നിങ്ങളിനിയും കുറച്ചുകൂടെ എന്താ പറയുന്നത്, അഡൾട്ട്സിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ പോട്ടെ പ്രായമായവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് ആണെങ്കിൽ ആ പ്രായമായ കമ്മ്യൂണിറ്റിയാണ് നിങ്ങളുടെ പ്രൊഡക്ട്സിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്. സോ ആൻസർ എന്താ? ടാർഗറ്റ് മാർക്കറ്റ് എന്നുള്ളതാണ്. അവരാ നിങ്ങളുടെ ടാർഗറ്റ് മാർക്കറ്റ്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന യൂണിറ്റുമായി ബന്ധപ്പെട്ടതാണ്. ക്ലിയർ അല്ലേ? യെസ്. ഡിവൈഡിങ് the customers of a product based on their attitude towards the products, its usage rate and status is termed as. ഒരു കസ്റ്റമേഴ്സിൻ്റെ ആ പ്രൊഡക്റ്റിനുള്ള ആറ്റിറ്റ്യൂഡ്, കസ്റ്റമേഴ്സ് എത്രത്തോളം ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നു, അതിൻ്റെ സ്റ്റേറ്റസ്, ഇതൊക്കെ ഇതിൻ്റെ ബേസിസിൽ കസ്റ്റമേഴ്സിനെ ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ എന്തെന്ന് വിളിക്കാം? ഏത് തരം ഡിവിഷനാണ്? ജോഗ്രഫിക്കൽ സെഗ്മെൻറ്റേഷൻ ആണോ, ബിഹേവിയറൽ, സൈക്കോഗ്രാഫിക് ആൻഡ് ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ? ഏതാണ്? ബി, ബിഹേവിയറൽ സെഗ്മെൻറ്റേഷനാണ്. കസ്റ്റമേഴ്സിൻ്റെ ബിഹേവിയറിൻ്റെ ബേസിസിൽ കസ്റ്റമേഴ്സിനെ തരം തിരിക്കുന്നു. ക്ലിയർ അല്ലേ? യെസ്.
മാർക്കറ്റിംഗ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട മാർക്കറ്റിംഗ് സെഗ്മെൻറ്റേഷൻ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. 71 A paid non-personal communication designed to create an awareness of a product or company. പൈസ കൊടുത്ത് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ് ഒരു പ്രോഡക്റ്റ്, കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കമ്പനിയെ പറ്റി തന്നെ ഒരു അവയർനെസ് ജനങ്ങൾ ക്രിയേറ്റ് ചെയ്യാനാണ് ഇത് ചെയ്യുന്നത്. ഇതിനെ എന്തെന്ന് വിളിക്കാം? ഇതിനെ അഡ്വർടൈസിങ് എന്നാണ് വിളിക്കുന്നത്. ബി ആണ് ആൻസർ, അഡ്വർടൈസിങ്. പെയ്ഡ് ആയിട്ടുള്ള നോൺ പേഴ്സണൽ ആയിട്ടുള്ള പ്രൊമോഷനാണ്. ക്ലിയർ ആണോ? യെസ്, അതാണ് അഡ്വർടൈസിങ്. മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണിത്. അതിനകത്തുനിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. The practice of adding tasks that increase both responsibility and opportunity for growth in a job. അതിനെ എന്തെന്ന് വിളിക്കാം? ജോബ് എൻറിച്ച്മെൻ്റ് ആണോ, ജോബ് എൻലാർജ്മെൻ്റ് ആണോ, ജോബ് റൊട്ടേഷൻ ആണോ, നൺ ഓഫ് ദി അബവ് ആണോ? ആഡിങ് ടാസ്ക്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലേക്ക് വീണ്ടും ടാസ്കുകൾ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്താ ആൻസർ? എ ആണ്, ജോബ് എൻറിച്ച്മെൻ്റ് ആണ്. ക്ലിയർ ആണോ? യെസ്. കൂടുതൽ റെസ്പോൺസിബിലിറ്റി നമുക്ക് തരുന്നു, നമ്മുടെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി കൂടുന്നു. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന ടോപ്പിക്കിൻ്റെ ഭാഗമാണത്. അതിനകത്തു നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. കളക്ടിങ് ഫീഡ്ബാക്ക് ഫ്രം ഓൾ ഡയറക്ഷൻസ്, ഫ്രം സൂപ്പർവൈസർ, റിപ്പോർട്ടിംഗ് സബോർഡിനേറ്റ്, കോ വർക്കേഴ്സ് ആൻഡ് ഈവൻ കസ്റ്റമർ ഈസ് ടേംഡ് ആസ്. ഇതിനെ എന്തെന്ന് വിളിക്കാം? എല്ലാവരിൽ നിന്നും ഫീഡ്ബാക്ക് മേടിക്കുന്നു. 360 ഡിഗ്രി ഫീഡ്ബാക്ക്, എല്ലാവരിൽ നിന്നും ഫീഡ്ബാക്ക് മേടിക്കുന്നു. 360 ഡിഗ്രി ഫീഡ്ബാക്ക് എന്ന് വിളിക്കാം. ഓക്കെ ആണോ? യെസ്. 74 ദ റിട്ടേൺ റിസീവ്ഡ് ഓൺ ഇൻവെസ്റ്റിംഗ് ഇൻ ദ ഷെയർ ഓഫ് എ കമ്പനി. നിങ്ങൾ ഒരു കമ്പനിയുടെ ഷെയർ മേടിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ എന്തെന്ന് വിളിക്കാം? ഡിവിഡൻഡ് എന്ന് വിളിക്കാം. അതിനെ എന്തെന്ന് വിളിക്കാം? ഡിവിഡൻഡ് എന്ന് വിളിക്കാം. ക്ലിയർ ആണോ? ഇൻട്രസ്റ്റ്, നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണ്, മറ്റൊരു പെർട്ടിക്കുലർ ഓർഗനൈസേഷനിലെ ബോണ്ടോ കാര്യങ്ങളോ എന്തെങ്കിലും മേടിച്ചു, അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ഡിവിഡൻഡ് മേടിച്ചു, ഇൻട്രസ്റ്റ് കിട്ടും. നിങ്ങൾക്കൊരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി നിങ്ങൾ റെൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് റെൻറ്റ് കിട്ടും. ഡിവിഡൻഡ് നിങ്ങൾ ഷെയർ മേടിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ്? വരുമാനമാണ് ഡിവിഡൻഡ്. ഓക്കെ, ക്ലാസ് 12 ബിസിനസ് സ്റ്റഡീസിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്ററിൽ നമ്മളിത് പഠിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? യെസ്. 75 the set of exclusive right granted by a government to an investor or his assignee for a limited period of time in exchange for a public disclosure of innovation. ക്ലിയർ ആണോ? എക്സ്ക്ലൂസീവ് റൈറ്റാ ഗവൺമെൻറ് കൊടുക്കുന്നു. ആർക്ക്? ഇൻവെസ്റ്റർക്ക്. ക്ലിയർ ആണോ? യെസ്. ഒരു പെർട്ടിക്കുലർ ടൈം വരെ അയാളുടെ ഇൻവെൻഷൻ മറ്റാർക്കും ഡിസ്ക്ലോസ് ചെയ്യാതെ അയാൾക്ക് തന്നെ ഉപയോഗിക്കാൻ. അതിനെന്തെന്ന് വിളിക്കാം? പേറ്റൻ്റ് എന്ന് വിളിക്കാം. പേറ്റൻ്റ് എടുക്കുക. യൂഷ്വലി 20 വർഷത്തേക്കാണ് പേറ്റൻ്റ് കൊടുക്കാറുള്ളത്. ക്ലിയർ ആണോ? യെസ്. ആ ആക്റ്റും കാര്യങ്ങളും ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാൻ. 1970 പേറ്റൻറ്റ് ആക്ട് ഒക്കെ വരുന്നത്. ക്ലിയർ അല്ലേ? യെസ്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിനകത്ത് വരും പേറ്റൻറ്റ്, കോപ്പി റൈറ്റ്, ഇവ കാര്യങ്ങൾ. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആണ് IPR, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. വെൻ വാസ് ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എനാക്റ്റഡ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്നാണ് എനാക്ട് ചെയ്തത്? 1986 എനാക്ട് ചെയ്തത്. 1986. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് BPO? BPO എന്ന് പറയാൻ എന്താ? ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ് എന്നാണ് BPOയുടെ അർത്ഥം. അതായത് നിങ്ങളുടെ കമ്പനിക്ക് കുറേയേറെ ആക്ടിവിറ്റി ചെയ്യാനുണ്ട്. അതിലൊരു ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യുന്നതിനേക്കാളും ലാഭം മറ്റാരെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കുന്നു. അപ്പം നിങ്ങൾ ആ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേറൊരു കമ്പനിയെ ഏർപ്പാടാക്കുന്നു. അപ്പം നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പ്രോസസ്സാണ് നിങ്ങൾ എന്ത് ചെയ്യുക? ഔട്ട്സോഴ്സ് ചെയ്യുക, മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അതാണ് ലാഭകരം എന്ന് തോന്നിയതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ബോർഡ് ഓഫ് ഡയറക്ടറിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാം. ആ കാര്യങ്ങൾ മറ്റു കമ്പനി നോക്കിക്കോളും. അതാണ് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റൽസ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ BPO ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതാണ്. BComൻ്റെ സിലബസിലൊക്കെ വരുന്നതാണ്. 78 TQM എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്നാണ് TQMൻ്റെ അർത്ഥം. A ആണ് ആൻസർ. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, കംപ്ലീറ്റ് ആയിട്ട് ക്വാളിറ്റി മാനേജ്മെൻറ്റ് നടത്തുന്നു. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ് പെർട്ടിക്കുലർ ടോപ്പിക് TQM. അതും ചോദിച്ചിട്ടുണ്ട്. TQM എന്താണ്? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. 79 the buying and selling of products and service over electronic systems such as internet and other computer network are known as എന്തെന്ന് വിളിക്കാം? E-commerce എന്ന് വിളിക്കാം. E-commerce, ഇലക്ട്രോണിക് സിസ്റ്റംസ് യൂസ് ചെയ്തുകൊണ്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, വിൽക്കുന്നു. ഈ പ്രോസസ്സിനെ വിളിക്കുന്നത് ഒരു പ്ലാറ്റ്ഫോമിലൂടെ. ഇതിനെയാണ് E-commerce എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോണിക്കലി കണ്ടക്റ്റഡ് കൊമേഴ്സ് ഓപ്പറേഷൻസ്. ക്ലിയർ ആണോ? യെസ്.
80ാമത്തെ ക്വസ്റ്റ്യൻ, എ മാർക്കറ്റ് വെയർ ഓൾ കൈൻഡ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ബോട്ട് ആൻഡ് സോൾഡ്. എല്ലാ തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് ക്ലിയർ ആണോ? അതിനെ വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഓക്കെ അല്ലേ? ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിനകത്ത് വരുന്നതാ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ്, ബോണ്ട് മാർക്കറ്റ്, ഡെറിവേറ്റീവ് മാർക്കറ്റ്, മണി മാർക്കറ്റ്, ഈ വക കാര്യങ്ങളൊക്കെ. ക്ലിയർ ആണോ? യെസ്. ഓക്കെ. സോ ബേസിക്കലി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് എവിടെ നിന്നാണ് ചോദിച്ചത്, ഏത് സോഴ്സിൽ നിന്നാണ് വന്നതെന്നുള്ള കാര്യവും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ടെക് PSC ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ബേസിസിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ അധികം ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പ്ലസ് അതിൻ്റെ ബേസിസിൽ ക്ലാസ്സസ് നോട്ട്സും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ടെക് PSCയുടെ KFC അസിസ്റ്റൻറ്റ് എക്സാമിനേഷനുള്ള ഫോക്കസ് ബാച്ചിൽ അവൈലബിൾ ആണ്. ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവിടെ ലഭിക്കും. അതോടൊപ്പം തന്നെ മെൻറ്റർഷിപ്പ് സർവീസ് ഉണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ നോട്ട്സും PDF ഫോമാറ്റിൽ ലഭിക്കും. പിന്നെ വീക്ക്ലി ആൻഡ് ടോപ്പിക് വൈസ് എക്സാമിനേഷൻസ് ഉണ്ടായിരിക്കും. ഫുൾ സിലബസ് കവറേജോട് കൂടിയിട്ടുള്ള എക്സാമിനേഷൻസും ഉണ്ടായിരിക്കും. സോ ഇത്രയുമാണ് KFC എക്സാമുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.